ഞാനൊരു ഭാഗം ഇതിനൊരു കൺസേൺ ആയി കണ്ടാൽ മതി എന്ന് ശ്രീമതി ഫാത്തിമ തെഹലിയ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിലൊരു ഭാഗം പറയാം. 1990 സൂംബ ഡാൻസ് എന്ന രീതി വരുന്നതും 2001 ഇത് വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ഇത് വ്യാപകമാവുന്നതും ഇതിന് ശേഷമാണ് ലോകത്ത് രാസലഹരിയും വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ചിന്തിക്കണം. ലോകത്തെവിടെയും ലഹരിയിലേക്ക് പോകാതിരിക്കാൻ ഡാൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ല. വിദ്യാലയങ്ങളിലും മറ്റും ശാന്തമായി നടന്നിരുന്ന പല ആഘോഷ പരിപാടികളും ആൺ പെൺ കൂടിക്കലരലുകളും പരിസരം മറന്ന് തിമിർത്താടാനുള്ള ഇടങ്ങളുമായി മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസും ഷോർട്സും കണ്ട് വിവാഹാഘോഷങ്ങൾ, സെൻഡ് ഓഫുകൾ, ടൂറുകൾ, വാർഷികങ്ങൾ തുടങ്ങി എല്ലാ പരിപാടികളിലും ഇത്തരത്തിൽ കാതടപ്പിക്കുന്ന സംഗീതത്തോടൊപ്പമുള്ള ഡാൻസിനെയും ഉൾച്ചേർക്കുന്ന പ്രവണതയും പുതുതലമുറയിൽ കാണാം. പലപ്പോഴും ഇവയെല്ലാം ഒടുവിൽ എത്തിച്ചേരുന്ന ചെറുതും വലുതുമായ DJ പാർട്ടികൾ ലഹരിയുടെ പ്രാഥമിക സ്രോതസ്സുകളായി മാറുന്നതിനിടയിലാണ് ഇത്തരം വിചിത്രമായ പ്രതിരോധ മാർഗങ്ങളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. ഇതാണ് പ്രശ്നം. ഇതാണോ പ്രശ്നം? അല്ല ഗോപികൃഷ്ണൻ പറഞ്ഞത് നമ്മളിപ്പോൾ താരതമ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? സൂംബ ഡാൻസും അതുപോലെ ലഹരിയുടെ ഉപയോഗവും മാത്രമാണ് നമ്മളിപ്പോൾ കൺസേൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വേറെ മാർഗങ്ങളുണ്ട് എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. സൂംബ ഡാൻസ് മാത്രമല്ല പരിഹാരം എന്ന് വെച്ച് ഞാൻ വീണ്ടും പറയുന്നു സൂംബയ്ക്ക് എതിരല്ല, അല്ലെങ്കിൽ സൂംബ പോലെയുള്ള ആളുകൾ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത റുട്ടീൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ആളുകളെ ഒന്നും തള്ളിക്കളയുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ രീതി ഫോളോ ചെയ്യാം. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ ആളുകൾ കൺസേൺ മുന്നോട്ട് വെക്കുമ്പം, അതായത് മതപരമായിട്ട് തങ്ങളുടെ ചിന്തകൾക്ക് എതിരാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ട എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി, ആ ഭാഗം എനിക്ക് മനസ്സിലായി. അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി, അതായത് അതിൽ തീരുമാനമെടുക്കാനും അതിൽ അവർക്ക് വേണമെങ്കിൽ ഇതിന്റെ ഭാഗമാകാനോ മാറി നിൽക്കാനോ ഉള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്ന തരത്തിലായിരിക്കണം ഇത് നടപ്പാക്കാൻ. അതാണല്ലോ അല്ലേ ഫാത്തിമ തെഹലിയ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ ഒരു അടിച്ചേൽപ്പിക്കൽ രീതി നമ്മൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള സർക്കാർ, കേന്ദ്രത്തിലുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് അതേ രൂപത്തിൽ അവരുടെ എന്താ പറയുക ഈ ജനങ്ങളോടുള്ള ഇടപെടലുകൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോവുകയാണ്. ഇതിന് മുൻപ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായിട്ട്, പാഠ്യപദ്ധതി പരിഷ്കരണവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായം കേട്ടിട്ട് അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. അല്ലല്ല, അത് ശരിയാണ് ഫാത്തിമ തെഹലിയ. അത് സൂംബയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യങ്ങളിലും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിശ്വാസത്തിലെടുക്കുകയും അവർ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ നടപ്പാക്കണം. ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ അതിലൊരു രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് സൂംബയ്ക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്.